ചേട്ടൻ്റെ പേരെന്നാ? ജെയിംസ്. എവിടെന്നാ വരുന്നേ? അമ്പാട്ടനല്ലേ. ഇവന്റെ പേരെന്നാ ചേട്ടാ? ഇദ്രാം ബോസ്. കേട്ടിട്ടില്ല. ആയിക്കോട്ടെ. അല്ല അല്ലേ. ആയിക്കോട്ടെ. രോമാഞ്ചം കൊള്ളാതെ കണ്ണെന്നറിയാതെ അവന്റെ കഥ ആരും പറഞ്ഞിട്ടില്ല. ഭഗത് സിംഗിനെ കുറിച്ചല്ലേ നമുക്കറിയാവുള്ളൂ. അതെ. അറിയേണ്ടത് ഓക്കെ. ഭഗത് സിംഗ് മോശമെന്നല്ല, ധീരന. 18 വയസ്സിൽ ഇന്ത്യക്കാരന് വേണ്ടി ചെയ്തത് കേട്ടാൽ നമ്മള് രോമാഞ്ചമുണ്ട്. അപ്പൊ അയാൾക്ക് വേണ്ടി ഒരു നീതി ചെയ്യേണ്ട കാര്യം. തീർച്ചയായിട്ടും. ഇഷ്ടപ്പെട്ടൊരു മൃഗത്തെ മേടിച്ചപ്പോ ഞാൻ അവന് കുതിരാം ബോസ് പേര് കേട്ടോ. ബംഗാളിയാണ്. ബീഹാറില് ബ്രിട്ടീഷ് മജിസ്ട്രേറ്റിനെ കൊല്ലാൻ പോയി. ബോംബെറിഞ്ഞു. പ്രഫുല്ല ചൗക്കിയായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. എറിഞ്ഞത് കൂട്ടുകാരന്റെ വണ്ടിക്കായിരുന്നു, കുതിരവണ്ടിക്കായിരുന്നു. അപ്പൊ അയാൾ എത്തി രക്ഷപ്പെടാൻ വേണ്ടി ബീഹാറിലെ റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലുമ്പോ പോലീസ് വളഞ്ഞു. പ്രഫുല്ല ചൗക്കി പിടിച്ചു. ഇവൻ ധീരനായിട്ട് നിന്നു കൊടുത്തു. കോടതിയിൽ വിചാരണ നേരിട്ടു. പിടി കൊടുത്താൽ എന്താ ചെയ്യണമെന്ന് അറിയാലോ. അവസാനം മജിസ്ട്രേറ്റ് വിധിച്ചു തൂക്കാൻ. അവസാനം പറയാൻ എന്തെങ്കിലും 2 മണിക്കൂർ വന്ന് ഇയാളെ ഞാൻ ബോംബ് ഉണ്ടാക്കാൻ പഠിപ്പിക്കാം. അങ്ങനെ ഒരു ധീരനാണ് കുതിരാം ബോസ്. പലർക്കും അറിയില്ല. ഞാനൊരു 500 പേരോട് പറഞ്ഞിട്ടുണ്ട്. അതിൽ 2 പേർക്ക് മാത്രമേ കേട്ടിട്ടുള്ളൂ. ആ പേര് അറിഞ്ഞില്ലെങ്കിൽ ഇന്ത്യക്കാരനല്ല. ചേട്ടന്റെ പ്രൊഫഷൻ എന്താ ചെയ്യുന്നു? ഞാൻ ബിസിനസ്സാണ്. ഇപ്പൊ 60 വയസ്സ് കഴിഞ്ഞു. ഇനി ജീവിതം ആസ്വദിച്ചുകൊണ്ട് നടക്കുക. കല്യാണമൊക്കെ കഴിച്ചു. ചെറിയൊരു സ്ഥാപനം ഉണ്ട്, അതൊക്കെ വാടകയ്ക്ക് കൊടുത്ത് അതുകൊണ്ടൊക്കെ ഇങ്ങനെ കഴിഞ്ഞു പോകാൻ ലളിതമായിട്ട്. ഏറ്റവും വലിയ എക്സസൈസ് ആണ് ലോകത്തെ. അപ്പൊ ഒരു നമുക്ക് രോഗം വരാതെ നോക്കാന്നുള്ളതാണല്ലോ. അതിന് എനിക്ക് മനസ്സിന് ഹാപ്പി, ശരീരത്തിനും വ്യായാമം കിട്ടും. ഇതിലല്ലത് തീർച്ചയായിട്ടും. എന്ന് പറഞ്ഞാൽ ഞാൻ പറമ്പിലെ പണി എന്റെ തുണി തന്നെ അലക്കണ ആളാട്ടോ. അത്യാവശ്യം എല്ലാ കാര്യം ചെയ്യുന്ന ആളാണ്. 15 വർഷം പ്രവാസിയായിരുന്നു. ഒരുപാട് ജീവിതങ്ങൾ കണ്ടു. 30 രാജ്യക്കാരുമായിട്ട് ഇടപെട്ടു. അതില് ഒരുപാട് മരണം കണ്ടു. ശരീരഭാഗങ്ങൾ ചിന്നിച്ചിതറി കിടക്കണ കണ്ടു. അതൊക്കെയാണ് ജീവിതം. ജീവിതം ഇത്രേ ഉള്ളെന്നുള്ള കൊറോണയ്ക്ക് നമുക്ക് മനസ്സിലായില്ലേ? നൂറ്റാണ്ടുകൾ കൊണ്ട് കെട്ടിപ്പൊക്കിയതല്ല ഒറ്റ തരാം. സുനാമി വന്നപ്പോഴാണ് ഞാൻ മാറി ചിന്തിച്ചു തുടങ്ങിയത്. എവിടെയാണ് വീട്? എന്റെ വീട് കണ്ണൂര്. കണ്ണൂരുകാരനാണോ? കണ്ണൂർ എവിടെയാണ്? കണ്ണൂർ ഇരിട്ടിയിലെ. ഇരിട്ടിയാ? എന്റെ അമ്മ വീട് അവിടെയാ. അമ്മയുടെ വീട്. ഇപ്പൊ എന്റെ അമ്മാന്റെ മോന് ഇരിട്ടിയില് പുള്ളിക്ക് ഒരു സ്ഥാപനം ഉണ്ടല്ലോ, മറ്റേ ഓർണമെന്റ്സ് ഒക്കെ വിൽക്കണ, ഇമിറ്റേഷൻ ഓർണമെന്റ്സ് വിൽക്കണ കടയുണ്ട്. എന്താണ് പേര്? ഇത് എത്ര വയസ്സ് പ്രായമുണ്ട്? 8 വയസ്സ് പ്രായമുണ്ട്. ഞാനിങ്ങനെ 5 വയസ്സുള്ളപ്പോൾ മേടിച്ചാൽ ഇപ്പൊ 3 വർഷമാണ്. 3 വർഷമാകുന്നു. ഡെയിലി ഇങ്ങനെ റൈഡ്? ഇല്ല,